മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ എം സുജിത്തിന് സ്ഥലം മാറ്റത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ ബാഡ്ജ് ഓഫ് ഓണർ. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനെ നേട്ടങ്ങളുടെ പടവുകളിലേക്ക് നയിച്ച ഇൻസ്പെക്ടർ എം സുജിത്ത് സംസ്ഥാന സർക്കാരിന്റെ ബാഡ്ജ് ഓഫ് ഓണറോടെ ഒറ്റപ്പാലത്ത് നിന്നും പടിയിറങ്ങി. അന്വേഷണ മികവിനുള്ള അംഗീകാരം എന്ന നിലയിലാണ് ബഹുമതി ലഭിച്ചത്. പാലപ്പുറത്ത് വയോധികരായ ദമ്പതികൾക്ക് കവർച്ചയ്ക്കിടെ വെട്ടേറ്റ കേസിൽ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാവ് പൂച്ചാണ്ടി ഗോവിന്ദരാജിനെ മണിക്കൂറുകൾക്കകം പിടികൂടിയതും പനമണ്ണ ചക്യാവിൽ വിനോദ് വധക്കേസിലെ അന്വേഷണ മികവും പരിഗണിച്ചാണ് ബാഡ്ജ് ഓഫ് ഓണർ എം സുജിത്ത് സ്വന്തമാക്കിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള സ്ഥലമാറ്റ ഉത്തരവിന് പിന്നാലെയാണ് ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചത്. പാലക്കാട്ടെ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ അന്വേഷണ സംഘങ്ങളിൽ അംഗമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ഒറ്റപ്പാലം സ്റ്റേഷന് ലഭിച്ചതും സ്റ്റേഷന് ISO സർട്ടിഫിക്കറ്റ് നേടിയതിലും സുജിത്തിന്റെ നേതൃത്വ മികവ് നിർണായകമായി. ഷൊർണൂർ സബ് ഇൻസ്പെക്ടറായിരിക്കെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും നിരവധി തവണ ഗുഡ് സർവീസ് എൻട്രിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ഒറ്റപ്പാലത്ത് നിന്ന് എം സുജിത്ത് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. ഫോക്ലോർ പുരസ്കാര ജേതാവ് തോൽപ്പാവക്കൂത്ത് കലാകാരൻ അറവക്കാട് എലപ്പിലാംതൊടി രാമകൃഷ്ണനെ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് അനുമോദിച്ചു. ഫോക്ലോർ പുരസ്കാര ജേതാവ് തോൽപ്പാവക്കൂത്ത് കലാകാരൻ അറവക്കാട് എലപ്പിലാംതൊടി രാമകൃഷ്ണനെ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് അനുമോദിച്ചു. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ പൊന്നാട അണിയിച്ച് ബാങ്കിന്റെ ഉപഹാരം നൽകി. ബാങ്ക് ജനറൽ മാനേജർ ഇൻചാർജ് TP സെമന്തകം, ബാങ്ക് മുൻ ഡയറക്ടർ CC രാജൻ, ബാങ്ക് ഡയറക്ടർ K ഗിരിജ, മാനേജർമാരായ PM ജയകിഷൻ, S ആശ, S സഞ്ജീവ്, ബാങ്ക് മെമ്പർമാരായ KK ശിവശങ്കരൻ, P നാരായണൻ, M ശിവദാസൻ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. അവരെ കൂടെ ഞാനത് പോയതാണ്. അപ്പോൾ അവരൊക്കെ കയറി ഞാനും കയറി. അപ്പോൾ ആ കൂട്ട് മാത്രം ആൾക്കാർ എന്താ ജാതി എന്താ ജാതി എല്ലാവരും ഉണ്ട്. കൂട്ട് മാത്രം എൻ്റെ ഓർഡർ എത്തിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കയറാൻ പാടില്ല. ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് മുന്നോടിയായി നടത്തുന്ന തോൽപ്പാവക്കൂത്തിൽ അരങ്ങിൽ തിളങ്ങി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജനാരായണൻ. അജയ് വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറാം തമ്പുരാൻ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനായി ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ പഴയ സിംഹമായ ഉസ്താദ് ബാദുഷാ ഖാന്റെ പക്കൽ ചെല്ലുന്നത് പോലെയാണ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ രാജനാരായണൻ തോൽപ്പാവക്കൂത്തിലെ വിഖ്യാതമായ പാലപ്പുറം ശൈലി പഠിക്കാനായി തോൽപ്പാവക്കൂത്തിന്റെ കുലപതി സദാനന്ദ പുലവരുടെ അടുത്തേക്ക് എത്തുന്നത്. ഗുരുദക്ഷിണയായി വെക്കാനുണ്ടായിരുന്നത് മുൻപ് കൂനത്ര ലക്ഷ്മണ പുലവർക്ക് കീഴിൽ കൂത്തുപഠിച്ച ശേഷം പുലാച്ചിത്ര കിള്ളിക്കാവിൽ അരങ്ങേറ്റം കുറിച്ചതിന്റെ അനുഭവപരിചയങ്ങൾ മാത്രമായിരുന്നു. ജോലിക്കിടയിൽ സമയം കണ്ടെത്തി കഴിഞ്ഞ 3 മാസത്തോളം സദാനന്ദ പുലവർക്ക് കീഴിൽ തോൽപ്പാവക്കൂത്ത് പഠിച്ചു. കുംഭമാസത്തിലെ നീലാവ് പോലും തോൽപ്പാവക്കൂത്ത് കേൾക്കാനായി കാതോർക്കുമെന്ന് പഴമക്കാർ പറഞ്ഞ ചിനക്കത്തൂരിന്റെ മണ്ണിൽ കൂത്ത് അവതരിപ്പിക്കണമെന്ന രാജനാരായണന്റെ മോഹവും ഗുരുനാഥനായ സദാനന്ദ പുലവർ സാക്ഷാത്കരിച്ചു. ചിനക്കത്തൂരിൽ ദേവസ്വം കൂത്തു ദിവസം തന്നെ സദാനന്ദ പുലവർക്കും സംഘത്തിലെ മറ്റു കലാകാരന്മാർക്കുമൊപ്പം SI രാജനാരായണം കമ്പരാമായണ കഥ ചൊല്ലി. ചിനക്കത്തൂരിലെ 17 രാവുകളിലായി പൂർത്തിയാകുന്ന തോൽപ്പാവക്കൂത്തിൽ പരമാവധി ദിവസങ്ങളിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് രാജനാരായണൻ പറഞ്ഞു. വളരെ പുരാതന കാലം മുതലുള്ള ഒരു കലയാണ്. രാമായണ കഥ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പരാമായണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പരാമായണ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു കലയാണ്. ഇപ്പോൾ ഈ കാലത്ത് വളരെ ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു കലയാണ്, ക്ഷേത്രകലയാണ്. ഇനിയൊരിടവേള.
ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ, നേതാക്കളായ എൻ കെ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് ഹക്കീം, എൻ വിജയകുമാർ, എം ടി ശിഹാബുദ്ദീൻ, വസന്ത ബാലൻ, ശൈലജ, ഹരീഷ്, എം അബ്ദുള്ള, പി ബാലകൃഷ്ണൻ, ബിന്ദു, ഐശ്വര്യ, നൌഷാദ്, പി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരപ്പറ്റ ചൂലിപ്പാലം റോഡിൽ ജൽജീവൻ മിഷൻ പൈപ്പ് സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കാരപ്പറ്റ ചൂലിപ്പാടം റോഡിന്റെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് തരൂർ MLA PP സുമോദ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതിന് മറുപടിയായാണ് റോഡിന്റെ പ്രവൃത്തിക്കിടയിൽ ജൽജീവൻ മിഷന് വേണ്ടി പൈപ്പ് സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി PA മുഹമ്മദ് റിയാസ് അറിയിച്ചത്. ഇതിന്റെ രജിസ്ട്രേഷൻ പ്രവൃത്തിയും അതേ കരാറുകാരൻ തന്നെയാണ് ഏറ്റെടുത്തത്. രജിസ്ട്രേഷൻ പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് പ്രവൃത്തി ആരംഭിക്കുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് നഷ്ട ഉത്തരവാദിത്തത്തിൽ ഒഴിവാക്കി. സാധാരണ നിലയിൽ ബാലൻസ് എസ്റ്റിമേറ്റ് എടുത്ത് പ്രവൃത്തി റീടെൻഡർ ചെയ്യാറാണ് പതിവ്. എന്നാൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ പുറത്താക്കി. ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവൃത്തി കൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് പുതുക്കുകയാണ് ഉണ്ടായത്. ഇതിന് ധനകാര്യ വകുപ്പിൻ്റെ അനുമതി കൂടി ആവശ്യമാണ്. നിലവിൽ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ധനകാര്യ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബഡ്ജറ്റിൽ 3,40,00,000 രൂപ ഉൾപ്പെടുത്തിയ എൻ്റെ മണ്ഡലത്തിലെ പുതുക്കോട് പഞ്ചായത്തിലെ കാരപ്പറ്റ ചൂരിപ്പാലം റോഡ് പ്രവൃത്തിയെ സംബന്ധിച്ചാണ് സബ്മിഷൻ. സാർ, ഈ റോഡ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന ധാരാളം യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണ്. എന്നാൽ കരാറുകാരൻ്റെ കെടുകാര്യസ്ഥത മൂലം ഈ റോഡിൻ്റെ പ്രവൃത്തിക്ക് കാലതാമസം നേരിടുകയും പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയുമാണ് ഇപ്പോഴുള്ളത്. പ്രദേശവാസികളാകെ വളരെയേറെ ബുദ്ധിമുട്ടിലാകുന്ന ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ റീടെൻഡർ നടപടികൾ അടിയന്തരമായി നടത്തി 1 മാസങ്ങളിൽ തന്നെ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ ഏറ്റെടുക്കണമെന്ന് സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 8-ന് ജില്ലയിൽ 7.69 ലക്ഷം പേർക്ക് ആൽബൻഡസോൾ ഗുളിക നൽകും. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി 8-ന് ജില്ലയിൽ വിരനശീകരണത്തിന് അംഗനവാടി സ്കൂളുകൾ മുഖേന ആൽബൻഡസോൾ ഗുളിക നൽകും. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിൻ്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ കലക്ടർ ചേംബറിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. 1 മുതൽ 19 വയസ്സ് വരെയുള്ള 7,69,699 പേർക്കാണ് മരുന്ന് നൽകുന്നത്. 1 മുതൽ 2 വയസ്സ് വരെ 200 മില്ലിഗ്രാം ഗുളികയും 2 മുതൽ 19 വരെ 400 മില്ലിഗ്രാം ഗുളികയും നൽകും. ഫെബ്രുവരി 8-ന് ഗുളിക കഴിക്കാൻ കഴിയാത്തവർക്ക് 15-ന് മോപ്പപ്പ് റൗണ്ടിലൂടെ മരുന്ന് നൽകും. ചെറിയ കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഗുളിക അലിയിച്ചാണ് കൊടുക്കേണ്ടത്. മുതിർന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം ചവച്ചരച്ച് കഴിക്കാം. ഗുളിക കഴിച്ച ശേഷം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. അസുഖമുള്ള കുട്ടികൾ കഴിക്കേണ്ടതില്ല. ശരീരത്തിൽ വിരകളുടെ തോത് കൂടുതലുള്ള കുട്ടികളിൽ അപൂർവമായി വയറുവേദന, ഛർദി, ചൊറിച്ചിൽ, ശരീരത്തിൽ തടിപ്പുകൾ തുടങ്ങിയവ ലക്ഷണങ്ങളായി കണ്ടേക്കാം.
ഈ സാഹചര്യത്തിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കാണണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ KR വിദ്യ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ AK അനിത, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എല്ലാ പ്രായക്കാരെയും ബാധിക്കാമെങ്കിലും സാധാരണയായി കുട്ടികളെയാണ് വിര ബാധിക്കുന്നതെന്നും മണ്ണിൽ കുട്ടികൾ കളിക്കുന്നതും ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതും വിരബാധയ്ക്ക് സാധ്യത കൂട്ടുന്നു. വളർച്ചയ്ക്കും വികാസത്തിനുമായ ഭക്ഷണത്തിലെ പോഷകഘടകങ്ങൾ വിരകൾ വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിൽ പോഷകക്കുറവിന് കാരണമാകുന്നുവെന്നും ഇത് വളർച്ചയെ ബാധിക്കുന്നതായും കുടലുകളിലാണ് വിരകൾ സാധാരണയായി കാണപ്പെടുന്നതെന്നും ഉരുളൻ വിര, കൊക്കപ്പുഴു, കൃമി, നാടവിര, ചാട്ടവിര എന്നിവയാണ് വിവിധതരം വിരകളായി കുട്ടികളിൽ കാണപ്പെടുന്നത്. കുട്ടികളിൽ വിരകളുടെ തോത് കൂടുന്നത് കുടലിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് കാരണമാവുന്നു. ശരിയായ ചികിത്സ ലഭ്യമായില്ലെങ്കിൽ സങ്കീർണമാകാനും മലദ്വാരത്തിനു ചുറ്റും ചൊറിച്ചിലും മലത്തിലും ഛർദിലും വിരകൾ, വിളർച്ച, തളർച്ച, ഉത്സാഹക്കുറവ്, തൂക്കക്കുറവ്, മലബന്ധം, വയറുവേദന എന്നിവയും പ്രധാന ലക്ഷണമായി കാണപ്പെടുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ഹസ്തം പരിപാടി സംഘടിപ്പിച്ചു. ചെർപ്പളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഹസ്തം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ നിർവഹിച്ചു. ചെർപ്പളശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ അതിദരിദ്രർക്കുള്ള ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ചെർപ്പളശ്ശേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P. വിഷ്ണു, VP സമീജ്, മെഡിക്കൽ ഓഫീസർ നവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി നഗരസഭയിൽ 137 അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തുകയും മരുന്നും ചികിത്സയും ആവശ്യമുള്ള 105 കുടുംബങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണോദ്ഘാടനവും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ദേശീയ കുഷ്ഠരോഗ ബോധവൽക്കരണ പക്ഷാചരണം ജില്ലയിൽ ആരംഭിച്ചു. ദേശീയ കുഷ്ഠരോഗ ബോധവൽക്കരണ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി സ്പർശ്, അതിഥി തൊഴിലാളികൾക്കായുള്ള പ്രത്യേക കുഷ്ഠരോഗ നിർണയ പരിപാടി ആപ്കെ സാത്ത് എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ KR വിദ്യ നിർവഹിച്ചു. നിറം മങ്ങിയതോ ചുവന്നു തടിച്ചതോ ആയ പാടുകൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് വൈകല്യങ്ങളിലെത്താൻ സാധ്യതയുണ്ട്. അത് തടയാനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളം ഒഴികെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും കുഷ്ഠരോഗ പകർച്ച കൂടുതലാണ്. അതിനാൽ അതിഥി തൊഴിലാളികൾക്കിടയിലെ കുഷ്ഠരോഗം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പ്രത്യേക പരിപാടിയാണ് ആപ്കെ സാത്ത്. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ S. ഗീത അധ്യക്ഷയായ പരിപാടിയിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. അജീഷ്,
ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ജയശ്രീ, കുഴൽമന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ എം.എ. സിന്ധു, പ്രീകോട്ട് ലിമിറ്റഡ് കഞ്ചിക്കോട് HR ഹെഡ് വി. ഗുരുവായൂരപ്പൻ, ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ പ്രത്യുഷ ജോ, അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ കെ ശ്രീദേവി, പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി. ആതിര, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ മീഡിയ ഓഫീസർ TS സുബ്രഹ്മണ്യൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ. ഹരിപ്രകാശ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷോഗൺ ബാബു എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ വിരമരുന്നുകളുടെ ഉപയോഗപ്രദമായ വിവേചനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പരാതശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര അജപരിപാലനം വിവേചനപൂർണമായ വിരമരുന്നുകളുടെ ഉപയോഗത്തിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിക്കുകയും അജപരിപാലനം നടത്തുന്നവർക്ക് വിരമരുന്നുകൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. ആദ്യമേ പറയട്ടെ, 20,000 രൂപയാണ് ആടിന്റെ വില. 10,000 രൂപയാണ് പഞ്ചായത്ത് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഇത് അപേക്ഷയ്ക്ക് തന്നതിന് ശേഷം പറഞ്ഞ അയ്യോ ഞാൻ വിചാരിച്ചു ഫ്രീ ആണ്, ഫ്രീ സംവിധാനം ഇനിയില്ല. 10,000 രൂപ ഫ്രീ, 10,000 രൂപ പഞ്ചായത്ത്. അപ്പോ ആടിനെ മങ്കര പഞ്ചായത്തിൽ നിന്ന് വാങ്ങാൻ പാടില്ല. മണ്ണൂർ പഞ്ചായത്തിൽ നിന്ന് വാങ്ങാം, കോങ്ങാട്ടിൽ നിന്ന് വാങ്ങാം, അടുത്ത പഞ്ചായത്തിൽ നിന്ന് വാങ്ങാം. ആ വാങ്ങുന്ന ആൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ 10,000 രൂപ കൃഷിഭവനിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ 10 ഈ 10 കൂടി ചേർത്ത് 20,000 രൂപയുടെ ചെക്ക് ആ ആട് കർഷകർ ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ വാങ്ങിയത് അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ആളത് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ സ്കീം കുറച്ച് ദിവസം കൂടി നിൽക്കും. മാർച്ച് 31 വരെയാണ് ആ സ്കീമിന്റെ കാലാവധി. അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ചെറിയ കർഷകര് അതൊന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, ആടിന്റെ കൂടുണ്ടാക്കാൻ തൊഴിലുറപ്പിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സബ്സിഡി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഞാനിത് പ്രോത്സാഹിപ്പിക്കില്ല പറയാൻ കാരണം കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പിലത്തെ വർഷവും ഒക്കെ ചെയ്ത ആളുകൾക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ എന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കരുത്. മാഷെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുത്തുണ്ടാക്കിയത് പൈസ തരുമെന്ന് പറയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ രമേശ്, അനിത, പാഞ്ചാലി, വിനോദ് കുമാർ, മങ്കര ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ക്ലിനിക്കിലെ സാജൻ, ഡോക്ടർ അനൂപ്, മണ്ണുത്തി വെറ്റിനറി കോളേജിലെ അധ്യാപകരായ ഡോക്ടർ മേരിക്കുട്ടി, തോമസ്, ഡോക്ടർ K. ശ്യാമള തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ ആട് കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിരബാധയാണ്. വിവേചനപൂർണമായ വിരമരുന്നുകളുടെ ഉപയോഗത്തിന് ആട് കർഷകർക്ക് ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നബാർഡിൻ്റെയും സാമ്പത്തിക സഹായത്തോടെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിവേചനപൂർണമായ വിരമരുന്നുകളുടെ ഉപയോഗത്തിലൂടെ ആജപരിപാലനം എന്നത്. ഇതിന് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലെ പരാതശാസ്ത്ര വിഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹീം ചെക്ക് എന്ന അനീമിയ കാർഡാണ്. ഈ കാർഡ് ആടിൻ്റെ കണ്ണിനോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ആട് കർഷകർക്ക് തന്നെ സ്വയം തീരുമാനിക്കാനാവും വിര ചികിത്സയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ കാർഡ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 70% വെറുതെ അനാവശ്യമായിട്ടുള്ള വിര ചികിത്സ നമുക്ക് തടയുവാനാവും. ഇത് ഭാവിയിലേക്ക് വളരെ ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. നാടൻപാട്ട് കലാകാരൻ പ്രതീഷ് ആലിപ്പറമ്പിന് കലാനിധി പുരസ്കാരം. നാടൻപാട്ട് കലാകാരൻ പ്രതീഷ് ആലിപ്പറമ്പിന് കലാനിധി പുരസ്കാരം. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന മീഡിയ 10 എക്സ്പ്രസ് ചാനലും പ്രൊട്ടക്ഷൻ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വെച്ച് സിനിമ ടെലിവിഷൻ നടൻ ദിനേശ് പണിക്കരാണ് പ്രതീഷ് ആലിപ്പറമ്പിന് കലാനിധി പുരസ്കാരം സമ്മാനിച്ചത്. കോവിഡ് കാലത്ത് വിശ്രമമില്ലാതെ 200 ദിവസം കവിതായജ്ഞം നടത്തിയാണ് പ്രതീഷ് ആലപ്പറമ്പ് എന്ന നാടൻപാട്ട് കലാകാരൻ ശ്രദ്ധേയമാവുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയിലൂടെ കലാരംഗത്തെത്തിയ പ്രതീഷ് സ്കൂൾ കലോത്സവങ്ങളിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നാടൻപാട്ട് അവതരിപ്പിച്ച നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. കലാനിധി പുരസ്കാരം സമഗ്ര സംഭാവനക്കുള്ള ഒരു പുരസ്കാരമാണ് കലാനിധി പുരസ്കാരം. ഇതിന് മേടിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കലാമണ്ഡലം കലാശ്രീ വാസുമാഷാണ്. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും എനിക്കിത് കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാനസിക സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് 100 കവിത ആലപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രശസ്തരുടെ അല്ല, അത്ര അവരുടെ മറ്റേ നാട്ടുപുറത്തുള്ള ആളുകളുടെ കവിത ശേഖരിച്ച്
ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെയാണ് ആലപിച്ചതാണ്. കോവിഡ് കാലത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതും കൂടി പരിഗണിച്ചിട്ടാണ് എനിക്ക് പുരസ്കാരം കിട്ടിയത്. പിന്നെ ഞാൻ നാടൻപാട്ട് കലാകാരനെന്ന് അറിയാലോ. അങ്ങനെ നാടൻപാട്ടിൽ അങ്ങനെ മറ്റേ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാട്ടുകൾ സമർപ്പിക്കാറുണ്ട്. ഈ എല്ലാ മേഖലയും പരിഗണിച്ചിട്ടാണ് എനിക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.